സായി ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ടോ? ഞാനോ? ഇല്ലല്ലോ, ഞാൻ പണ്ടൊന്നും സ്നേഹന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയിരുന്നു. സ്നേഹന് വീട്ടിൽ നിന്ന് കല്യാണത്തിന് മുന്നെയാണോ? ഈ 10 വർഷം മുന്നത്തെ കേസ് മാത്രമേ ഞങ്ങൾക്ക് അറിയൂ. അയാൾ ശരിക്കും ഓൾറെഡി സ്കെച്ച്ഡ് ആണ്. 2024 ഇവിടുന്ന് തന്നെ കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള വേറെ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളെ പിടിച്ചത് മുതൽ അയാളുടെ വാട്സാപ്പ് ചാറ്റ് മുതലുള്ള ഇവരുടെ ബന്ധങ്ങളിൽ ഫസ്റ്റ് ഉള്ളത് ഷൈൻ ടോം ചാക്കോയാണ്. അതിനുശേഷമാണ് വേറൊരു കോമ്പിങ് തന്നെ പാലാരിവട്ടം ഏരിയയിൽ നടന്നതിലും ഷൈൻ ടോം ചാക്കോൻ്റെ പേര് ഇൻവോൾവ് ആയിരുന്നു. അതിനുശേഷം ഇങ്ങോട്ടുള്ള എല്ലാ കേസുകളിലും അധികവും പിടിക്കുന്ന സിനിമാക്കാർ റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളിൽ ആ പേരുണ്ട്. പക്ഷെ അയാൾ ഇപ്പോൾ വലിയൊരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്താ ആരോപണം? പല ആൾക്കാരും ഈ സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് ആരോപണമല്ലല്ലോ. അതെങ്ങനെ ആരോപണമാവുന്നത്? അയാൾക്ക് അറിയുന്ന കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. പിന്നെ മറുവശം ചിന്തിക്കുകയാണ്, പേര് പുറത്തു വരുന്നത് ശ്രീനാഥ് വാസിയും ഷൈൻ ടോം ചാക്കോ മാത്രമാണ്. പക്ഷെ പല പ്രമുഖരായ നടന്മാർ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അയാൾക്ക് അറിയുന്നുണ്ടാവും. പറയുമ്പോ എല്ലാവരുടെ പേരും പുറത്തു പറയാനുള്ളതാണ്. ഇവർക്ക് ഹോൾഡ് ഇല്ലാത്ത കാരണമാണോ മറ്റുള്ള എന്തോ ഇതില്ലാത്ത കാരണമാണോ ഇവരെ പേര് മാത്രം വന്നുകൊണ്ടിരിക്കുന്നത്? അല്ലല്ലോ, ഒരു പ്രതിനെ പിടിച്ചു. ആ പ്രതിനെ പിടിക്കുന്ന സമയത്ത് ആ പ്രതിൻ്റെ വാട്സാപ്പ് ചാറ്റിലോ ആ പ്രതി പറയുന്ന മൊഴികളിലോ ഉള്ള പേരുകളായിരിക്കും. കായംകുളത്ത് പിടിച്ച ലേഡീൻ്റെ മൊഴിയിലും ഉണ്ട്, അവരുടെ വാട്സാപ്പ് ചാറ്റിൽ ഇവരെ രണ്ടുപേരുടെയും പേര് കാണും. അതുകൊണ്ടാണ് പോലീസ് അങ്ങനെ പറയുന്നത്. അല്ലാത്ത പക്ഷേ അവർക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു കോമൺ സെൻസ് ആണ്. ഒരു കേസിന് ഒരു പ്രതിനെ പിടിച്ചു, ആ കോമ്പിങ് നടന്ന ആ പ്രതി തന്നെ പറയുന്നു ഇന്ന വ്യക്തികളായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ അവരുടെ പേര് വരുന്നത്. ഷൈൻ ടോം ഈ പറഞ്ഞ പോലെ തുറന്ന് പറഞ്ഞല്ലോ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ലഹരി എന്നുള്ളത്. അതൊരു പക്ഷേ ഈ പറഞ്ഞ പോലെ കേസിൽ കുടുങ്ങുന്ന ഓൾറെഡി എന്താ പറയുക അറിയാവുന്നത് കൊണ്ടാണോ? അതായത് ഡെഫിനറ്റ്ലി അതല്ലേ. ഇവിടുന്ന് പോണ്ടിച്ചേരിയിൽ ഓടിപ്പോയ ആൾ 3 ദിവസം അവിടുന്ന് ഭജന ഇരുന്നിട്ട് തിരിച്ചു പോരുന്നില്ലല്ലോ. അയാൾക്ക് പ്രോപ്പറായിട്ട് ക്ലാസ്, രാമപിള്ള വക്കീലല്ലേ, ആ ക്ലാസ് എടുത്ത് കൊടുക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. അങ്ങനെ ക്ലാസ്സൊക്കെ കിട്ടി നല്ല രീതിയിൽ എന്തൊക്കെ മൊഴി അവിടെ കൊടുക്കണമെന്നും ഈ മൊഴി കൊടുത്താൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ പെടും ഞാൻ കുറച്ച് ആളുകളുടെ പേര് പറയും, ഇന്നെ രക്ഷിക്കുന്നത് നിങ്ങളെ പണിയാണ്. അതിലിപ്പോൾ ചെയ്തത് PR. എന്ത് PR-ടാ? എന്ത് PR അയക്കുള്ളത്? ഷൈൻ ടോം ചാക്കോൻ്റെ PR ഈ പറ. ഈ ഷൈൻ ടോം ചാക്കോക്ക് PR ചെയ്യൂ? ഇല്ലല്ലോ, ആരും ചെയ്യില്ല. ആര് ചെയ്യാനാണ്? അങ്ങനെ ചെയ്യുന്നത്. അത് വീട്ടുകാരുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ ഒരു അച്ഛനും അമ്മയും ആകുമ്പോൾ ഇപ്പോൾ ആരുടെ അച്ഛനമ്മമാരാണെന്നുണ്ടെങ്കിൽ മക്കളെ പ്രൊട്ടക്ട് ചെയ്യാനല്ലേ നോക്കും, അതിലും കൂടുതൽ നോക്കുന്നില്ല. അനിയൻ്റെ പ്രതികരണം കണ്ടിട്ടാണ് എനിക്ക് അതിലേറെതായത്. ഭാഗ്യം അയാളെ പിടിച്ചകത്തിടാൻ, ഇല്ലെങ്കിൽ ആ ദിവസം അയാളെ പൊക്കിയാത്തിട്ടുണ്ട്. ഇതിപ്പോഴേ ഈ ഷൈൻ്റെ കേസ് ആദ്യം മുതൽ സിനിമയിൽ വന്നു കൊണ്ട് തന്നെ തുടങ്ങിയിട്ടുള്ളതാണ് ഈ ലഹരി റിലേറ്റഡ് ആയിട്ടുള്ളത്. അത് എന്നിട്ടും കണ്ടിന്യൂസ് ചെയ്തിട്ട് പല പടങ്ങളിലും ഇതുപോലത്തുള്ള ഇമിറ്റേഷൻസ് അതുപോലെ നല്ല നല്ല സിനിമകളെ കാസ്റ്റ് ചെയ്യുന്നു. എന്നിട്ടും പറയുന്നു ലഹരി ഉപയോഗിക്കുന്നില്ല, കേസുകൾ വരുന്നു. എന്നിട്ടും ഈ ഷൈൻ എന്തുകൊണ്ടാണ് ഇത്ര സിനിമകളിൽ ചാൻസ് കിട്ടുന്നതെന്ന് തോന്നിയിട്ടുണ്ട്? സിനിമയിൽ ഇപ്പോൾ IC ഒക്കെ വന്നതിന് ശേഷം കൃത്യമായ നിയമമുണ്ട്. പേര് പറഞ്ഞ ഒരാൾക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് മുന്നോട്ടുള്ള ജോലി ലേശം കഠിനമായിരിക്കും. ഷൈനെതിരെ ഇപ്പോഴാണ് ഒരു കേസ് പോയതല്ലേ. വേറെ നടന്മാർക്കെതിരെ ആർക്കെങ്കിലും ഇതുപോലൊരു കേസ് പോയതായിട്ട് നമ്മൾ അറിവിലുണ്ടോ? ഇല്ലല്ലോ. സിസ്റ്റമാറ്റിക് ആയിട്ടല്ലേ കാര്യങ്ങൾ നടക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു പോലീസ് കേസാണ്, എന്നാലേ നടക്കൂ. അല്ലാത്ത പക്ഷം നമ്മളെ മുന്നിൽ തന്നെ എക്സാമ്പിൾ ഇല്ലേ, പ്രമുഖ നടി ആക്രമിക്കപ്പെട്ടിട്ട് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്ക് ഇപ്പോഴും കഴിഞ്ഞ സിനിമകളില്ലേ, അയാൾ ലൈംലൈറ്റ് വരുന്നില്ലേ, നമ്മളൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ അയാൾ വന്ന് നിൽക്കാറില്ലേ, നമ്മളൊക്കെ ഇടപഴകാറില്ലേ. കേസും കാര്യങ്ങളും അതിൻ്റെ ഫ്രീക്വൻസിയിലല്ല പോകുന്നത് എന്നുണ്ടെങ്കിൽ കാലം വഴുകി പോയി കഴിഞ്ഞാൽ എല്ലാവരും മറന്നു തുടങ്ങും. അത്രയാണ്. അഖിൽമാരാർ ഇതിനെ പറയണ്ടേ, ഇപ്പോൾ ഒരു ഷൈൻ ടോമിന് പിറകെ നമ്മൾ ഓടിയിട്ട് കാര്യമൊന്നുമില്ല. ഷൈൻ ടോമിന് ആരാണ് കൊടുക്കുന്നത്, എവിടെ നിന്നാണ് കിട്ടുന്നത്, ഇതൊക്കെ വ്യക്തമായിട്ട് വേരോടുകൂടി ഈ സിനിമ മേഖലയിലുള്ള ലഹരി ഉപയോഗം എന്നേക്കാൾ കൂടുതൽ സിനിമാ മേഖലയായിട്ട് അറിയുന്നതും പരിചയമുള്ളതും സിനിമയിലെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നതും അഖിൽമാരാറാണ്. അങ്ങനെ ഒരു പേര് അഖിൽമാരാർക്ക് അറിയുന്നുണ്ടെങ്കിൽ അഖിൽമാരാർ ആദ്യം അത് പറയണം, എന്നിട്ട് ഷൈൻ ടോം ചാക്കോനോട് പറഞ്ഞാൽ പോലെ. ഞാൻ അഖിലിനോടൊക്കെ ആ കാര്യത്തിലൊക്കെ വിയോജിപ്പുള്ളത്, അഖിൽമാരാർക്ക് ഈ ലോകത്തിൻ്റെ ഈ സൂര്യൻ്റെ കീഴിലുള്ള എല്ലാ പരിപാടിനെ കുറിച്ചിട്ടും അറിയാം. സിനിമാക്കാരനായിട്ടിരുന്നു കൊണ്ട് സിനിമാ സെറ്റിൽ ആരൊക്കെ അത് കൊണ്ടുവരുന്നു, ആരിലൊക്കെ എത്തുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസറും അഖിൽമാരാർക്ക് അറിയാം. അഖിൽമാരാർ അത് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അഖിൽമാരാർ അത് പറയാൻ റെഡിയല്ല. പിന്നെ ബാക്കിയുള്ളൊരു അന്വേഷിച്ച് കണ്ടുപിടിച്ചോട്ടെ എന്ന് പറയുമ്പോൾ പറയാൻ റെഡിയായിട്ട് ആളുകൾ വരണം. ഞാനതാണ് പറയുന്നത്. അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയാൻ റെഡി ആവണം. ആരും പറയാൻ റെഡി ആവുന്നില്ല. എന്തുകൊണ്ട്? വർക്ക് കിട്ടില്ല, ഈ മേഖലയിൽ നിൽക്കാൻ പറ്റില്ല, അതിൻ്റെ പേടിയാണ്. നിരന്തരം ന്യൂസ് ചാനലിൽ ഇങ്ങനെ വരുന്ന ഇത്തരം വാർത്തകൾ സമൂഹത്തിൽ എന്തെങ്കിലും തരത്തിൽ മാറ്റം കൊണ്ടുവരുന്നു? ഒരു മാറ്റം കൊണ്ടുവരണം. ന്യൂസ് വന്നിട്ട് കാര്യമല്ലോ, ഫോളോ അപ്പ് ഇല്ലല്ലോ. ഒരു ന്യൂസ് നിങ്ങൾ ആലോചിക്കും, ബ്രേക്കിംഗ് വരും, അതിൻ്റെ ഫോളോ അപ്പ് നമ്മൾ നോക്കാറുണ്ടോ? ഇല്ല. ഫോളോ അപ്പ് അവർ ഇടാറുമില്ല, നമ്മളാരും കാണാറുമില്ല. ബ്രേക്കിംഗ് വന്നിട്ട് പോകുന്നല്ലാതെ അതിൻ്റെ വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളത് നമ്മൾ അറിയാറില്ലല്ലോ. ഈ വാർത്തകൾ, അതായത് സാറ്റലൈറ്റ് വിടുന്ന വാർത്തകളിൽ ജെനുവിനിറ്റി ഉണ്ടോ എന്ന് വിശ്വസിച്ച് നമുക്ക് മനസ്സിലാക്കാം ഏതാണ് ജെനുവിൻ അല്ലെങ്കിൽ ജെനുവിൻ അല്ലാത്തതെന്നുള്ളത്. മിസ്ലീഡിംഗ് ആയിട്ട് ഒരുപാട് വരുന്നുണ്ട്. എല്ലാം സത്യമെന്നൊന്നും പറയാൻ പറ്റില്ല.
ഇത്രയും കാലങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ ലഹരി വിമുക്താക്കണമെങ്കിൽ ഇത് ലീഗലൈസ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതിനോട് എന്താ പറയുക, കേട്ടിട്ടുണ്ടാവും, അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള. അപ്പോൾ അതിനോട് എന്താ പറയുക, ലഹരി അതായത് ഈ MDMA കഞ്ചാവ് എന്ന് പറഞ്ഞ ലഹരി കൂടിയ ലഹരികൾ സുലഭമാക്കുകയാണെങ്കിൽ ഇത് മാറും, നോർമലൈസ് ആവും. മദ്യം സുലഭമായിട്ടേ അപകടങ്ങൾ നടക്കുന്നില്ലേ? ഉണ്ടോ? സിഗരറ്റ് സുലഭമായിട്ട് അപകടങ്ങൾ നടക്കുന്നില്ലേ? ഇത് സുലഭമാക്കിയാലും നടക്കാൻ പോകുന്നതൊക്കെ തന്നെയാണ്. ഇതിലെന്തൊരു മാറ്റം വരും? മൈത്രേൻ ഈ ലഹരിയെ ടൂ വീലറുമായിട്ട് കമ്പയർ ചെയ്തായിരുന്നു. ടൂ വീലർ ഓടിക്കുന്ന പോലെ നിയന്ത്രിതമായിട്ട് ലഹരി വിതരണം ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അതിനോട് യോജിക്കുന്നുണ്ടോ? അയാൾ പറയുന്ന ലോജിക്ക് അല്ലെങ്കിൽ ഏത് സെൻസാന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. അതായത് ഇത് കുറച്ചായിട്ട് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ പറയില്ലേ ഇവിടെ പല രീതിയിലുള്ള സ്ത്രീകൾക്കെതിരെ അക്രമം നടക്കുന്നുണ്ട്, ബ്രോത്തൽസ് വന്നു കഴിഞ്ഞാൽ കുറേ മാറ്റം ഉണ്ടാവും നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അതുപോലെ നമുക്ക് ആ പറഞ്ഞത് അങ്ങനെ എടുത്ത് ഡൈജസ്റ്റ് ചെയ്യാൻ എനിക്ക് പേഴ്സണലി പറ്റുന്നില്ല. ബിക്കോസ് ഞാൻ ലഹരിയൊന്നും ഉപയോഗിക്കാത്തൊരു മനുഷ്യനാണ്. സോ എൻ്റെ മുന്നിൽ ഈ മദ്യശാല തുടങ്ങി വെച്ച പോലെ ഇപ്പോൾ നമ്മൾ തായ്ലാൻഡിലും പട്ടായയിലൊക്കെ ഞാൻ പോയ സമയത്തൊക്കെ കണ്ടത് അവിടെയൊക്കെ ഈ സാധനം റോട്ടുമ്പോൾ ഇട്ട് വിൽക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലാണ് അങ്ങനത്തെ ഒരു അവസ്ഥ എന്നുണ്ടെങ്കിൽ അത് കൈവിട്ട് പോകുന്ന രീതിയിലേക്കാണ് പോകും. മൈത്രേൻ പറയുന്ന ഏറ്റവും അപകടകരമായ കണ്ടുപിടുത്തമാണ് ടൂ വീലർ എന്ന് പറയുന്നത്. അപ്പം അത് മനുഷ്യർ ഉപയോഗിക്കുന്നുണ്ട്. അത് പക്ഷേ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചാൽ മരിച്ച ആൾക്കാരുടെ എണ്ണല്ലേ കൂടുതൽ അല്ലേ? തോക്കുകൊണ്ട് വെടികൊണ്ട ആൾക്കാരുടെ എണ്ണമാണോ അവിടെ കൂടുതൽ? അല്ലല്ലോ, തോക്ക് വേണ്ടല്ലേ? അതൊക്കെ ആ ലോജിക്കാണ്. അല്ലാതെ അതിലൊന്നും ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ അയാളുടെ ലോജിക്കാണ്. തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല അയാൾക്ക് ഉത്തരം ഉണ്ടാവുമെന്ന്. ഞാൻ ടു ബി ഓണസ്റ്റ് പറയാം, ഈ പറഞ്ഞ നമ്മുടെ ചിപ്സ് കഴിച്ചിട്ട് ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചിട്ട് എത്രയോ പേർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തോക്കിന് അത്രത്തോളം പ്രശ്നമുണ്ട്. അത് കഴിച്ചിട്ട് തോക്ക് ലീഗലാക്കാൻ പറ്റുമോ? എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ ഈ സിനിമയിലേക്ക് ലഹരി വരുന്നതിൻ്റെ ഡയറക്റ്റ് ഡീൽ എങ്ങനെയാണ് വരുന്നത്? സിനിമാ സെറ്റിലുള്ള ഏറ്റവും താഴേക്കിടയിൽ ജോലി ചെയ്യുന്ന ആളുകളെ യൂസ് ചെയ്തിട്ടാണ് ഇവർ പെഡ്ലിങ് നടത്തുന്നത്. അവരിലൂടെ 2, 3, 4 കൈ പറഞ്ഞിട്ടാണ് ഒരു ആക്ടറിൻ്റെയോ ആക്ട്രസിൻ്റെയോ ഒരു ചീഫ് ടെക്നീഷ്യൻ്റെ കയ്യിലോ ലഹരി എത്തുന്നത്. പിടിക്കപ്പെടുമ്പോൾ ആരാ പിടിക്കപ്പെടുന്നത്? ഏതെങ്കിലും സെറ്റിൽ ലൈറ്റ് ബോയോ ചായ കൊടുക്കുന്ന ഒരാളോ അങ്ങനത്തെ ആളുകളെ പിടിക്കപ്പെടുന്നുള്ളൂ. കാരണം അവരിൽ നിൽക്കും, അവർ പേടിച്ചിട്ട് പുറത്ത് പറയൂല. അല്ലാതെ ഏതെങ്കിലും ആരെങ്കിലും ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഈ ഷൈൻ ടോമും മറ്റൊരു ലൈസൻസ് IP പറഞ്ഞ ഒരു നാട്ടിൽ കൊടുത്തൊരവസ്ഥയിലാണ്. അവർ ചിലപ്പോൾ നേരിട്ട് ഡീൽ ചെയ്യുന്നുണ്ടാവും. അല്ലാതെ ഏതെങ്കിലും ഒരു നടനോ നടിയോ ഒരു ഡയറക്ടറോ ഒരു ചീഫ് ടെക്നീഷ്യനോ ഒരു ലഹരി സംഘവുമായിട്ട് ഡയറക്റ്റ് ഡീൽ ഉണ്ടാവും എന്നുള്ളത് അവർ മെയിൻറ്റെയിൻ ചെയ്യുമോ? അത്ര പൊട്ടന്മാരും മണ്ടന്മാരോ അല്ല. ഇതിലൊക്കെ പെടുന്നതും അല്ലെങ്കിൽ പെട്ടിട്ടുള്ളതും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എത്ര സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ കൂടി അവരാരെങ്കിലും ഏതെങ്കിലും ഒരു നടൻ്റെയോ നടിയുടെ പേര് പറഞ്ഞു? സായി വിശ്വസിക്കുന്നുണ്ട് പല ഈ മലയാളത്തിലെ പ്രമുഖർ ഇതിൽ പിന്നിലുണ്ട്, അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾ ഇതിലുണ്ട്. ഞാൻ ആരെയും കണ്ടിട്ടില്ല ഉപയോഗിക്കുന്നതായിട്ട്. എൻ്റെ അറിവിലേക്ക് വേറെ ആളുകൾ പറഞ്ഞു തന്ന ഇൻഫർമേഷനേ ഉള്ളൂ. എനിക്കതൊരു പൊതുവേദിയിൽ പറയാൻ പറ്റില്ല. സിമ്പിളാണ്. ഇപ്പോൾ ഈ ബ്രോ പറഞ്ഞില്ലേ ഒറ്റയടിക്ക് ശ്രീനാഥ് വാസി ഉപയോഗിക്കുന്നത് കൊണ്ട് അങ്ങനെ നമുക്ക് ബ്ലഫായിട്ടൊരു കാര്യം പറയാൻ പറ്റില്ല. പലരും ഇങ്ങനെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ആര് എന്തെന്നുള്ളതൊന്നും നമുക്ക് നമ്മളുടെ ഒരു പ്രൂഫോ കാര്യങ്ങളോ നമ്മളെ കണ്ണിന് മുന്നിൽ നടക്കാതെ നമ്മളങ്ങനെ പറയും. അല്ലെങ്കിൽ പിന്നെ ശ്രീനാഥ് വാസിനെയൊക്കെ പിടിച്ച പോലെ അല്ലെങ്കിൽ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോനെ പിടിച്ച പോലെ നഖവും മുടിയൊക്കെ ആയിട്ട് പിടിക്കണം ഇന്നാ നടക്കും. അല്ലാത്ത പക്ഷെ എങ്ങനെ പറയാൻ പറ്റും? ഇതുപോലെ ലഹരിക്ക് ഉപയോഗിച്ച് നാളെ എന്നെ ശാന്തിയുള്ള ദിനേശ് എന്ന് പറയും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഷൈനെ പോലുള്ള അല്ലെങ്കിൽ മറ്റു നടന്മാരൊക്കെ പോലെ ഈ ലഹരി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ആസ്പദമായി ശിക്ഷിക്കപ്പെടുന്ന കേസ് വരുന്നത് ഇവരൊക്കെ ഇനി വരുന്ന സിനിമകളിൽ അഭിനയിപ്പിക്കുന്നതിൻ്റെ എന്താണ്? അല്ല, ഞാൻ ഈ അൻസിബ പറഞ്ഞതിനോട് അൻസിബയ്ക്ക് ഭയങ്കര ക്രിറ്റിസിസം വരുന്നുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി അൻസിബ പറഞ്ഞതിനോട് ഒരു പരിധി വരെ യോജിക്കുന്നു. കാരണം അവർക്കൊരു ചാൻസ് കൊടുക്കണം. കാരണം അവിടെ കള്ളനും കൊലപാതകനും പീഡകനും വരെ ചാൻസ് കിട്ടുന്നുണ്ട് അല്ലേ? ഇവർക്കൊരു ചാൻസ് കൊടുക്കണം സൊസൈറ്റി. വേണ്ടാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ചാൻസ് കൊടുക്കുമ്പോൾ അത് കൃത്യമായി മോഡറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ AMMA അസോസിയേഷന് അങ്ങനെ ഒരു ചാൻസ് അവരുടെ ഒരു അംഗത്തിന് കൊടുക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ പറ്റണം. അത് ട്രാക്ക് ചെയ്യാൻ പറ്റണം, അത് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതിനുശേഷം അവർ ഓക്കെ ആയതിനു ശേഷം അവർ അഭിനയിപ്പിച്ചോ, കുഴപ്പമില്ല. കാരണം എല്ലാം ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളല്ലേ, ടാലൻറ്റ് വേസ്റ്റായി പോകാൻ പാടില്ല. പക്ഷെ അത് ചെയ്യാൻ പറ്റണം. അത് വാക്കിൽ മാത്രം ഒതുങ്ങി പോകരുത്. സായി അഭിനയിക്കുന്ന സെറ്റിൽ ലഹരി ഉപയോഗിക്കുന്നത് കണ്ടാൽ സായി എങ്ങനെ പ്രതികരിക്കും? എടാ, ഞങ്ങളൊരു സിനിമ എടുക്കുകയാണെങ്കിൽ അവിടെ IC കാണും. നമ്മൾ നേരിട്ട് പോയിട്ട് അടിച്ച് പൊട്ടിക്കാൻ വേണ്ടി ഞാൻ സൂപ്പർമാനൊന്നും അല്ലല്ലോ. IC കാണും. കംപ്ലയിൻറ്റ് വന്നാൽ നേരെ ICയിലാണ് പോവുക അല്ലേ? അങ്ങനെ ഒരാളുടെ പേരിലൊരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ നേരെ ICയിൽ കംപ്ലയിൻറ്റ് കൊടുക്കുക, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക. ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ നമുക്ക് പറയാൻ പറ്റും നമ്മൾ ആരെയും അടുപ്പിക്കില്ല, ആരെയും നമ്മൾ ഉൾക്കൊള്ളിക്കില്ല, നമുക്ക് പറയാൻ പറ്റും. വേണമെങ്കിൽ ലഹരി ടെസ്റ്റ് ചെയ്തവരെ മാത്രമാണെങ്കിൽ നമുക്ക് അങ്ങനെയും വേണമെങ്കിൽ ഒരു ഓപ്ഷൻ വയ്ക്കാം. അത് ആ ടൈമിൽ ഞങ്ങൾ ആലോചിച്ച് ചിന്തിച്ച്. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല, KIC എന്ന് പറഞ്ഞ സംഘടനയാണ്. സോ എനിക്കൊരു ഒറ്റയ്ക്കൊരു തീരുമാനം ഇപ്പോൾ പബ്ലിക്കിൽ വന്നിട്ട് അതിന് പറയാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ ലഹരിക്കെതിരാണ്. നമ്മുടെ സെറ്റിലും നമ്മുടെ സിനിമയിലും ലഹരി ഉപയോഗമായിട്ട് ബന്ധപ്പെട്ട ആരെയും അടുപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല.
ഞങ്ങൾ അതിനെ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിയും ഞങ്ങൾ എടുത്തിരിക്കും. സിനിമ തുടങ്ങി അവസാനിക്കുന്നത് വരെ ഞങ്ങൾ ആ ഒരു ഫോർമാറ്റിലേ പോകുള്ളൂ. സെറ്റിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്, അത് ആ വ്യക്തി ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ സിനിമയ്ക്കോ ഞങ്ങളുടെ സിനിമ സെറ്റിലോ ഒരു പ്രശ്നം വരുന്ന രീതിയിൽ ലഹരി ഉപയോഗിക്കുന്ന ആരും ഞങ്ങൾ അടുപ്പിക്കില്ല. അതിന് പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കുന്നതാണെങ്കിലും സെറ്റിൽ ഉപയോഗിക്കുന്ന ഏതൊരുത്തനാണെന്നുണ്ടെങ്കിലും ഒരുത്തനോ ആരാണെങ്കിലും പേഴ്സണൽ ലൈഫിൽ ഇപ്പം ഞാൻ പറയട്ടെ, പേഴ്സണൽ ലൈഫിൽ ഒരാൾ റൂമിലിരുന്ന് രാവിലെ അടിച്ചു, വൈകുന്നേരം സെറ്റിൽ വന്നിട്ട് വേറെ പരിപാടി കാണിച്ചു എന്ത് ചെയ്യും? സെറ്റിലേക്ക് പ്രശ്നം വരുമ്പോൾ അതൊക്കെ പേഴ്സണൽ ലൈഫിൽ ആരോ എന്തോ ചെയ്തിട്ട് പോട്ടെ, അവരുടെ താല്പര്യം. സെറ്റിലേക്കോ അവിടെയുള്ള ബാക്കി പരിപാടികളിലേക്കോ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരുന്ന ഓക്കെ, അതുണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ നടപടി എടുക്കും.